ഹലോ എവരിവൺ, വെൽക്കം ടു ദിശ അക്കാഡമി. അങ്ങനെ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് മറ്റൊരു അപ്ഡേറ്റും കൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ റെയിൽവേയുടെ ടെക്നിക്കൽ എക്സാമിനേഷനായ ടെക്നീഷ്യൻ ഗ്രേഡ് 1 ഗ്രേഡ് 3 എക്സാമിനേഷൻ ഉണ്ട്. ഒറ്റ ടയർ എക്സാമിനേഷനുള്ള ടെക്നീഷ്യന്റെ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവര്. അപ്പൊ RRBയുടെ ടെക്നീഷ്യന്റെ ഡോക്യുമെന്റ് DVയുടെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഇപ്പൊ ആക്റ്റീവ് ആയിട്ട് ജനറേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കയറി എന്ത് ചെയ്യുക, നമ്മുടെ കമന്റ് സെക്ഷനിൽ നമ്മൾ പിൻ ചെയ്തേക്കാം നിങ്ങളുടെ ലിങ്ക്. അതിൽ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് റിലീസ് ആയിട്ടുണ്ടോ എന്ന്. അപ്പൊ അത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എവിടെ വെച്ചാണോ നടത്തുന്നത് അവിടേക്ക് എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ പോയി ഈ ജോലി അങ്ങ് എന്ത് ചെയ്യുക, സെറ്റ് ആക്കാനായിട്ട് നോക്കുക. അപ്പൊ അതിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ഇപ്പൊ റെയിൽവേയുടെ തന്നെ ടെക്നിക്കൽ എക്സാമിനേഷൻ ആയിരുന്നു. ഒറ്റ ടയർ എക്സാം, സിംഗിൾ ടയർ ആയതുകൊണ്ടാണ് അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള DV അവർ ഉടനെ തന്നെ നടത്തി. ഇപ്പൊ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എക്സാം നടക്കുമ്പോൾ കട്ട് ഓഫ് ഇടുന്നു, കറക്റ്റ് ആയിട്ട് തന്നെ അവർ DV ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു തുടങ്ങുന്നു. അത് കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളാം. പക്ഷെ എത്രത്തോളം റെയിൽവേ ഇത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടത്തുന്നു അത്രത്തോളം ചെറിയ ചെറിയ അപാകതകളും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്കും അറിയാം. ടെക്നീഷ്യന്റെ റിസൾട്ട് വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടും ഉണ്ടാവും ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്തൊക്കെയോ കുറെ മിസ്റ്റേക്സുകളൊക്കെ ഉണ്ടെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും അവർ സ്കോർ കാർഡും റിലീസ് ചെയ്തു, ഫൈനൽ DVയും വിളിച്ചു കഴിഞ്ഞു. ഇനി എന്തായാലും ഒരു ചേഞ്ചസ് ഒന്നും വരാൻ പോകുന്നില്ല. അപ്പൊ ആ കാര്യം കൃത്യമായി തന്നെ മനസ്സിലാക്കിക്കോളാം. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടെക്നീഷ്യന്റെ കട്ട് ഓഫ് ആണ് കേട്ടോ. ടെക്നീഷ്യന്റെ കട്ട് ഓഫ് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി അടുത്ത വർഷത്തേക്കാണെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നവർ ഇതൊന്നും മനസ്സിലാക്കിക്കോളാം. 120 എക്സാമിനേഷൻ നടത്തിയതിനെ 100 അവർ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഓട്ടോമാറ്റിക്കലി ഒരു റിഡക്ഷൻ ഉണ്ടാവും അല്ലെ മാർക്കിന്. അതായത് 120 നിങ്ങൾ ചിലപ്പോൾ 80 മാർക്ക് മേടിച്ചാലും അത് 100 കൺവേർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ 70ന്റെ അകത്തായിരിക്കും നിങ്ങളുടെ മാർക്ക് വരുന്നത് അല്ലെ. 70-75ഓളം മാർക്കായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാൻ പോകുന്നത്. അപ്പൊ ആ ഒരു രീതിയിലാണ് അവർ പാറ്റേൺ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അതൊരു ഒന്നാമത്തെ കാര്യം. പിന്നെ ഇത് ടെക്നീഷ്യൻ ഗ്രേഡ് 1ന്റെ റിസൾട്ട് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ടെക്നീഷ്യൻ ഗ്രേഡ് 1 നിങ്ങൾക്ക് കാണാതിരിക്കും. ടെക്നീഷ്യൻ ഗ്രേഡ് 1 നമ്മൾ എപ്പോഴും കൊടുക്കുമ്പോൾ ചിലപ്പോൾ ചെന്നൈ ആയിരിക്കും കൊടുക്കുന്നത് അല്ലെ. ചെന്നൈ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പൊ ചെന്നൈയുടെ റിസൾട്ട് വന്നപ്പോൾ സദേൺ റെയിൽവേയില് ചെന്നൈയിൽ വന്നപ്പോൾ UR കാൻഡിഡേറ്റ്സിന് എത്രയാണ് വന്നത്? 100ന് 61 മാർക്കാണ് വന്നത്. നിങ്ങൾക്കറിയാം ഗ്രേഡ് 1 റിസൾട്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, ടെക്നിക്കൽ വിഭാഗങ്ങൾക്കാണ്. ഇപ്പൊ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഉള്ളവരോ BTech ഉള്ളവർക്കും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഗ്രേഡ് 1. ഗ്രേഡ് 3 ആണ് നമുക്ക് ഈ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ITA 10ാം ക്ലാസ് പാസ്സായവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഗ്രേഡ് 3 ആണ്. ഇത് ഗ്രേഡ് 1ന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ചെന്നൈയുടെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ സദേൺ റെയിൽവേയിൽ വരുന്ന ചെന്നൈയുടെ UR കാൻഡിഡേറ്റ്സിന്റെ റിസൾട്ട് 61.29 ആയിരുന്നു. 61 ആയിരുന്നു. അതേസമയം നമ്മുടെ SCക്കൊക്കെ 54 ആയിരുന്നു, STക്ക് 47 ആയിരുന്നു. OBCക്ക് വന്നപ്പോൾ 59.49 ആയിരുന്നു അല്ലെ. 59.49 ആയിരുന്നു എന്ന് ആണ് പറയുന്നത്. പിന്നെ എക്സ് സർവീസ്മാന്റെയും ബാക്കിയുള്ള റിപ്പോർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. ഓക്കെ അല്ലെ, ഇത് ടെക്നീഷ്യൻ ഗ്രേഡ്. ഓക്കെ, ഗ്രേഡ് 1ന്റെ കാര്യം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ ഏകദേശം 61ഓളം മാർക്കാണ് ചെന്നൈക്ക് വന്നത്. ഇത് EWSന്റെ ഒക്കെയാണ് കാൻഡിഡേറ്റ്സിന്റെയാണ് കൊടുത്തിരിക്കുന്നത്. 54 EWSന് വന്നു. എക്സ് സർവീസ്മാനും 37 വന്നത്. അപ്പൊ അതൊക്കെ നിങ്ങൾ അറിയായിരിക്കും. നിങ്ങൾ ചെന്നൈ ആണ് കൊടുത്തെങ്കിൽ ആ മാർക്ക് ഒന്ന് നോക്കിക്കോളാം. ഇനി അടുത്ത് നമ്മൾ ബാംഗ്ലൂരു ആണ് നോക്കുന്നതെങ്കിൽ, സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിലാണ് നിങ്ങൾ കൊടുത്തെങ്കിൽ അതും ഏകദേശം ഏത് റേഞ്ചാണ് വന്നത്? ഒരു 60 റേഞ്ചാണ് വന്നത്. ഓക്കെ, 60 റേഞ്ച് തന്നെയാണ് വന്നത്. SCക്ക് 51 ഉണ്ട്, STക്ക് 46 ഉണ്ട്, OBCക്ക് 55. എന്തായാലും ഇതിന്റെ റിസൾട്ട് എടുത്ത് നോക്കുമ്പോൾ ഗ്രേഡ് 1ന്റെ റിസൾട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 50 to 60 റേഞ്ചിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ കാൻഡിഡേറ്റ്സിനും മാർക്ക് കൊടുത്തിട്ടുണ്ട്. 60 എന്ന് പറയണ്ട, ഒരു എന്ത് പറയാം, നമുക്ക് ഒരു 60-70 എന്ന് പറയാം. ഓക്കെ, ഏകദേശം എല്ലാത്തിന്റെ ഒരു കട്ട് ഓഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ചെന്നൈ ആയാലും ബാംഗ്ലൂരു ആയാലും ഇപ്പൊ മുംബൈ ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ റേഞ്ച് ഓഫ് കട്ട് ഓഫ് വന്ന് നിൽക്കുന്നത് 50-നും 70-നും ഇടയ്ക്കാണ്. 100-ന് ഓക്കെ, 100-ന് 50-നും 70-നും ഇടയ്ക്കാണ് ഗ്രേഡ് 1ന്റെ കട്ട് ഓഫ് വന്നത്. പക്ഷെ അതേസമയം ഗ്രേഡ് 3യുടെ കട്ട് ഓഫ് വന്നപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടെക്നീഷ്യൻ ഗ്രേഡ് 3ക്ക് ഏകദേശം ITA ബാക്ക്ഗ്രൗണ്ട് ആണ് ഇതെല്ലാം പറയുന്നത് കേട്ടോ. ITA ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ചെന്നൈയുടെ കട്ട് ഓഫ് വന്നത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ഇത് ചെന്നൈയുടെ കട്ട് ഓഫ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഡോക്യുമെന്റ് വെരിഫിക്കേഷന് ചെന്നൈയിൽ എടുത്തിട്ടുള്ള ആൾക്കാരുടെ കട്ട് ഓഫ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിലിവിടെ നോക്കിയാൽ അറിയാം, ഏകദേശം 90, 85, 91, 89, 86, 87, 88 എന്ന് പറഞ്ഞ് ഏകദേശം 80+ റേഞ്ചിലാണ് ഗ്രേഡ് 3യുടെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ഏറ്റവും പറഞ്ഞു കഴിഞ്ഞാൽ 100-ന്റെ 80+ എന്നുള്ള റേഞ്ചിലാണ് ഗ്രേഡ് 3യുടെ കട്ട് ഓഫ് വന്നത്. കാരണം നിങ്ങൾക്ക് അറിയാം, ഏറ്റവും കൂടുതൽ ആൾക്കാർ എക്സാം എഴുതുന്നത് ഗ്രേഡ് 3ക്ക് ആയിരിക്കും. അതായത് +2 PCM, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്
അതൊക്കെ പഠിച്ച ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, സയൻസ് ബാക്ക്ഗ്രൗണ്ട് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ ITI പഠിച്ച ഒരുപാട് പേർക്കുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഗ്രേഡ് 3-ക്കകത്താണ്. അതുകൊണ്ട് തന്നെ ഇത്രയും കോമ്പറ്റീഷൻ വന്നതുകൊണ്ടാവാം ഒരു പക്ഷെ എന്ത് ചെയ്തത് ഇത്രത്തോളം കട്ട് ഓഫ് കയറിയത്. ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ 100-ന് എത്രയാണ് 90 വരെ നിൽക്കുന്ന കട്ട് ഓഫ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ശരിയാണ്, 120-ന് നിങ്ങൾ എക്സാം എഴുതിയതിന് അവർ കൺവേർട്ട് ചെയ്ത് 100-ലോട്ട് മാറ്റിയതാണെങ്കിൽ പോലും അത് വളരെ വലിയൊരു കട്ട് ഓഫ് ആണ്. 100-ൽ നോക്കുമ്പോൾ നമുക്ക് എന്താണ് ഈ പറയുന്ന 90 കാണുന്നുണ്ടായിരുന്നു, 91 ഇതൊക്കെ എന്താണ് അത്യാവശ്യം നല്ല കട്ട് ഓഫ് റേഞ്ച് ആയിരുന്നു. 80+ കട്ട് ഓഫ് തന്നെയാണ് ഉറപ്പായിട്ടും ഇതിന് വന്നിട്ടുള്ളത്. 80 to 90 എന്ന് പറയുന്ന ഒരു റേഞ്ചിൽ തന്നെയാണ് കട്ട് ഓഫ് വന്നതെന്നുള്ളൊരു കാര്യം ശ്രദ്ധിച്ചോളൂ. ചെന്നൈയുടെ കാര്യമാണ്, ഇത് ചെന്നൈയുടെ കാര്യം എടുത്തിട്ടുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക, നമ്മുടെ 15 ആയിരുന്നു. 15 എന്ന് പറയുന്ന കാറ്റഗറി നമ്പർ, ഈ 15 ആയിരുന്നു എന്തെന്ന് പറയുന്നത് PCM, ഫിസിക്സ് കെമിസ്ട്രി, അതായത് +2 പഠിച്ചവർക്കുള്ള ചാൻസ് ഉള്ളത് ഏതിലായിരുന്നു? ഈ പറയുന്ന സദേൺ റെയിൽവേയിൽ 15ാമത്തെ കാറ്റഗറിയാണ്. അതിന് വന്ന കട്ട് ഓഫ് നിങ്ങൾ കാണണം, 91. UR കാൻഡിഡേറ്റ്സിന് 91, അതേസമയം OBCക്ക് 90.79. ഓക്കെ, 90.79-ഉം 91.34 ഈ ഒരു റേഞ്ച് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഏറ്റവും ബെസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് കൊടുത്താൽ മാത്രമേ ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരു കോമ്പറ്റീഷൻ എക്സാമിനേഷൻ വിജയിക്കാൻ പറ്റൂ എന്നൊരു അവസരമാണ്. പക്ഷേ ഈ ഗ്രേഡ് 3-ൽ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, നോർമലൈസേഷൻ കൂടുതൽ കൊടുത്തിട്ടുണ്ടൊക്കെയാണ് കയറിയെന്നൊക്കെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കോളാം, കോമ്പറ്റീഷൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളും അതിനനുസരിച്ച് വളർന്നിട്ട് എന്ത് ചെയ്തിട്ടുള്ളൂ കാര്യമുള്ളൂ. നമുക്കിനി കംപ്ലൈന്റ് കൊടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് അവർക്ക് എഗെയിൻസ്റ്റ് പറയാനോ ഒന്നുമില്ല എന്നുള്ളൊരു കാര്യം ശ്രദ്ധിച്ചോളാം. ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് വരുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പൊ നമ്മൾ മാക്സിമം നമ്മുടെ എന്ത് ചെയ്യുക, എഫേർട്ട് ഇട്ട് കൊടുക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ചെയ്യാവുള്ളൂ. ഇത് ട്രിവാൻഡ്രത്തിന്റെ ഗ്രേഡ് 3-യുടെ കട്ട് ഓഫ് ആണ് വന്നത്. അവിടെ കുറച്ച് പോസ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ, കാറ്റഗറി 15 ഉണ്ട്, പക്ഷെ OBCക്ക് അവിടെ വാക്കൻസി ഇല്ലായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലായിടവും കൊടുക്കാനും പറ്റത്തില്ല, നമുക്ക് വാക്കൻസി ഉള്ളിടത്തേ കൊടുക്കാനും പറ്റുള്ളൂ. അവിടെ അത്യാവശ്യം കുറഞ്ഞ വാക്കൻസി ഒന്നും അല്ല, അത്യാവശ്യം വാക്കൻസി വിളിച്ചിട്ടുണ്ട്. 70 to 80 റേഞ്ച് തന്നെയായിരുന്നു നോർമൽ കട്ട് ഓഫ് വന്നത്. കാരണം ട്രിവാൻഡ്രത്ത് എപ്പോഴും എന്ത് ചെയ്യും, എല്ലാവരും വിചാരിക്കും ട്രിവാൻഡ്രത്ത് ഒരുപാട് ആൾക്കാർ കൊടുക്കുമെന്ന് വിചാരിച്ച് അവിടെ കൊടുക്കാണ്ട് നേരെ ചെന്ന് ചെന്നൈയിലായിരിക്കും കൊടുക്കുന്നത്. പക്ഷെ ചെന്നൈയിലാണ് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ അതുകൊണ്ട് തന്നെ വരുന്നത്. കാരണം തമിഴ്നാടുള്ളവരും ആന്ധ്രയിലുള്ളവരും ചിലപ്പോൾ എന്താണ് കേരളത്തിലുള്ള ഏറ്റവും മിക്ക ആൾക്കാരും ഇവിടെ തന്നെ കൊടുക്കും, ചെന്നൈയിലോട്ട് തന്നെ ആയിരിക്കും കൊടുക്കുന്നത്. അങ്ങനെ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. എന്തായാലും അതും ഒരു 70-90 റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളും. അപ്പൊ നമ്മുടെ മാക്സിമം നമ്മൾ കൊടുത്ത് പഠിക്കണം എന്നുള്ളൊരു കാര്യമാണ്, റിയാലിറ്റിയാണ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. അതനുസരിച്ച് തന്നെ നിങ്ങൾ പഠിക്കാനും ശ്രമിക്കുക കേട്ടോ. അപ്പൊ അത്രയും കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ടെക്നീഷ്യന്റെ പാസ്സായവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കോർ കാർഡ് റിലീസ് ചെയ്തിട്ടുണ്ട്. സ്കോർ കാർഡ് അല്ല, നിങ്ങളുടെ DBയുടെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിട്ടുണ്ട്. അത് കയറി ഒന്ന് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അതിൽ കയറി ചെക്ക് ചെയ്ത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് എവിടെ വെച്ചാണോ നടക്കുന്നത് അതിലേക്ക് പോകാൻ നോക്കുക. ഇപ്പൊ ബാംഗ്ലൂർ വെബ്സൈറ്റിലാണ് അത് അലൗഡ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇനി അറിയില്ല ചെന്നൈയും ട്രിവാൻഡ്രവും എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്ന അറിയില്ല. എന്തായാലും അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്ത ടൈം എത്തി, അത് കയറി ഒന്ന് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ലിങ്ക് നമ്മൾ കമന്റ് സെക്ഷനിൽ പ്രൊവൈഡ് ചെയ്തിരിക്കാം. അപ്പൊ ഇനിയുള്ള എക്സാംസ് ഒക്കെ കൃത്യമായിട്ട് തന്നെ എഴുതി നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻസ് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക. അടുത്ത വർഷം ഒരു എക്സാം, ഈ ഒരു വർഷം എന്നുള്ള രീതിയിൽ തന്നെ എക്സാമിന് വേണ്ടിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ഓൾ ദ ബെസ്റ്റ്, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.